നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റ് കരിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം സ്വർണ്ണക്കൊലുസ് കാലിൽ അണിയാമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ സ്വർണ്ണക്കൊലുസിന് വേണ്ടി ചില കുട്ടികളെല്ലാം പിതാക്കളോട് വാശി പിടിക്കുമ്പോൾ അവർ പറയും സ്വർണ്ണക്കൊലുസ് കാലിൽ അണിയരുത്, അത് ദോഷമാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയെ താഴെയിട്ട് ചവിട്ടുന്ന പോലെയാണ് ഈ സ്വർണ്ണക്കൊലുസ് കാലിലിട്ടാൽ പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്വർണ്ണക്കൊലുസ് കാലിലിടുന്നത് പല ആപത്തുകളും ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കൊലുസ് കാലിലിട്ട് ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളുടെ കാലിൽ നിന്നും അത് പിടിച്ചു പറിക്കാനാണ് ഏറ്റവും എളുപ്പം. കാരണം ജനവാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്ന ലോവർ ബർത്തിലൊക്കെ കിടക്കുന്ന സ്ത്രീകളുടെ കാലിൽ നിന്നും പലപ്പോഴും കള്ളന്മാർ ഈ സ്വർണ്ണക്കൊലുസ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല, കാലിലത്തെ പിടിച്ച് വലിക്കുമ്പോൾ കഴുത്തിലെ പിടിച്ച് വലിക്കുന്നതിനേക്കാളും കൂടുതൽ സൗകര്യമാണ് കള്ളന്മാർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖം കാണാൻ പറ്റില്ലല്ലോ. കാലിലെ പിടിച്ച് വലിച്ചാൽ ആളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ കള്ളന്മാരെ പിടിക്കപ്പെടും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സൗകര്യം കാലിലെ സാധനങ്ങൾ പിടിച്ച് വലിക്കുന്നതാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെയാണ് പൂർവികർ അങ്ങനെ പറയുന്നത് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ശാസ്ത്രസത്യം അതല്ല. ഈ കാലിൽ ഒരു മർമ്മം ഉണ്ട്. ആ മർമ്മത്തിൽ സദാ സ്വർണം ഉരസിയാൽ വാദം വരുമെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലിൽ സ്വർണ്ണക്കൊലുസ് ഇടരുതെന്ന് പൂർവികർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അല്ലാതെ സ്വർണം കളഞ്ഞു പോകുന്നുണ്ടോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ ചവിട്ടുന്നു എന്നുള്ളത് കൊണ്ടല്ല. പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, സ്വർണം കാലിൽ അണിയരുത്, അത് ദോഷമാണെന്നുള്ളത്. അതായത് സ്വർണം എന്നുള്ളൊരു പവിത്രമായ വസ്തുവാണ്. അത് കാലിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും അണിയുന്നതാണ് നല്ലത് എന്നൊരു സാമാന്യ കാര്യമാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നന്ദി, നമസ്കാരം.